ഉള്ളിൽ തരണമെങ്കിൽ ഉള്ളം ശുദ്ധമായിരിക്കണം. നല്ല മനസ്സാണ് ഒരു സ്തോത്രം പറഞ്ഞേരെ, കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ഒത്തിരി വാക്യങ്ങൾ അകമ്പടിയാ ചേർത്ത് പഠിച്ചാൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടതിന്റെ സൂക്ഷിക്കേണ്ടതിന്റെ കാര്യഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ ഒന്ന് ദൈവാധിവാസം, രണ്ട് ആത്മാധിവാസം. മൂന്നാമത് എന്തിനാണെന്നറിയാമോ ശരീരം സൂക്ഷിക്കേണ്ടത്? എന്തിനാ ദേഹത്തെ ഈ ആത്മാവ് അങ്ങനെ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ റോമർ 12:1 വായിക്കുന്നു, ദൈവത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി എന്തിനെ സമർപ്പിക്കണം? കാച്ചില, ചേന, ചേമ്പ, ഏത്തക്കൊല ആദിയായതെല്ലാം സമർപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ മുൻപ് നിന്റെ ശരീരത്തെ ദൈവത്തിനായി സമർപ്പിക്കണം. ഉത്തമമായ നിലയിൽ ഈ ശരീരത്തെ ഉടയതമ്പുരാന്റെ മുൻപിൽ കൊണ്ട് അർപ്പണം ചെയ്യാൻ കഴിയാത്തവന്റെ ഏത്തക്കൊല ദൈവത്തിന് വേണ്ട. മനസ്സിലായോ? റബ്ബർ ഷീറ്റ് കൊടുത്ത് തമ്പുരാനെ മയക്കാനാണ് നമ്മുടെയൊക്കെ ശ്രമം. ഭർത്താവ് ഇപ്പൊ എത്ര രൂപ ഉണ്ടെന്ന് അറിയാമോ? 165 രൂപയുണ്ട്, 2 ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക. ഇതുവഴി കാടിക്കുഴി വഴി എല്ലാം ചാടിയിട്ട് ഷീറ്റ് കൊടുത്താൽ തമ്പുരാൻ പ്രസാദിക്കത്തില്ല. ഒന്നാമത് അതിന്റെ നാറ്റം, പിന്നെ നിന്റെ നാറ്റം. ഇത് രണ്ടും കൂടെ ദൈവത്തിന് പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രകാഴ്ച അർപ്പിച്ച് പ്രസാദിപ്പിക്കുന്നതിന് പകരം നിന്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തിട്ട് ഇതിനെ സമർപ്പിക്കാൻ കഴിയണം. അല്ലാത്തവർ പൊങ്ങത്തില്ല. കള്ളു വിറ്റ് 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 കാശുണ്ടാക്കി നാട്ടിലെ കുടുംബങ്ങളെ മുഴുവനും വെളുപ്പിച്ച മുതലാളി. തരുണിന് കിടക്കാൻ നേരത്ത് മനസാക്ഷി കുത്ത, എന്റെ ദൈവമേ, എന്റെ കള്ളു കുടിച്ചിട്ടാണ് അവന്റെ കണ്ണു പോയത്, എന്റെ കള്ളു കുടിച്ചാണല്ലോ അവന്റെ ബെക്കോസിന് ഇതുവരെ ഒരു ഭാവി ഉണ്ടാകാതെ പോയത്, അവന്റെ മേക്കൂര മാറാതിരിക്കുന്നത് ഈ മഴ പെയ്യുന്ന സമയത്ത് ചെതൽമണ്ണ് സഹിതം എന്റെ പായ വീടുന്നതിന്റെ കാരണം അവൻ എന്റെ ഷാപ്പിലേക്ക് കാശ് തരുന്നോണ്ടാണ്. എന്റെ പൊന്നു തമ്പുരാനെ ക്ഷമിക്കണേ. മനസാക്ഷി കുത്ത 1000 കൊച്ചു കുറ്റാറ്റി കൊണ്ട് ഒന്നിച്ച് കുത്തുന്ന പോലെ ഈ കള്ളു മുതലാളിയുടെ അകത്തിങ്ങനെ കുത്തലുണ്ടാകും. ഈ കുത്തല് മാറാൻ പുള്ളി ഒരു കുരിശടി അങ്ങ് 10 പേര് കണ്ട് വണങ്ങിക്കോട്ടെ, നേർച്ച അർപ്പിച്ചോട്ടെ, മെഴുകുതിരി അർപ്പിച്ചോട്ടെ. അപ്പൊ പിന്നെ ഈ കള്ളു വിറ്റതിന്റെ പാവമെല്ലാം കൂടെ എന്തോ ചെയ്യുമെന്നാ? പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രസാദിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇന്ന് രാത്രി? നിന്റെ ശരീരം വിശുദ്ധമല്ലെങ്കിൽ നിന്റെ സ്തോത്ര കാഴ്ച ദൈവത്തിന് വേണ്ട. സ്തോത്ര കാഴ്ച അർപ്പിക്കുന്നതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരും ശ്രമിക്കരുത്. ഇത് അർപ്പിക്കുന്ന അർപ്പണം യോഗ്യതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നായുടെ വില യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരരുത്. വേശ്യയുടെ വില യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവരരുത്. അവൾ അധ്വാനിച്ച കാശ് യഹോവയ്ക്ക് വേണ്ട. നായുടെ വില എന്ന് പറഞ്ഞാൽ പട്ടിയെ വിറ്റതിന്റെ കാശെന്നല്ല, പിന്മാറ്റക്കാരന്റെ പൈസ ദൈവത്തിന് വേണ്ട. നമ്മുടെ സഭയിലൊരു ഇടപാടുണ്ട്, തുറന്നു പറയുന്നതുകൊണ്ട് നിങ്ങൾ പിണങ്ങരുത് എന്നോട്. ഒരു വിശ്വാസി കട്ടൻ പോയിലെ വായിലിട്ടെന്നോ കട്ടുകെട്ട് വീടി വലിച്ചെന്നോ കള്ളു കുടിച്ചെന്നോ പറഞ്ഞാൽ സഭ എഴുന്നേറ്റ് അവനെ 6 മാസത്തേക്ക് സാക്ഷ്യം മുടക്കും. ഇല്ലേ? എന്നൊരു ശീലമില്ലേ? ഇപ്പോഴും ഉണ്ടോ? പിന്നെ കാണാം പന്തക്കോ സഭയിലൊക്കെ അങ്ങനെ ഉണ്ട്. സാക്ഷ്യം മുടക്കും. പോയിലെ വായിലിട്ടതിനും കട്ടൻ വീടി വലിച്ചതിനും ഒക്കെ സാക്ഷ്യം മുടക്കുന്നത്. സാക്ഷ്യം മുടക്കിയത് ആ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. മിണ്ടാതിരുന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്നെ വിഷമിച്ചാന്ന് അറിയാമോ? കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെ ദൈവം എന്നെ കാത്തു വെച്ചു. എത്രയോ ബാലികവാന്മാർ മരണം വഴിയായി പോയി, ഞാൻ ഈ വഴിയായി വന്നു യേശുവിന്റെ നാമത്തിലാണ്. ഇതല്ലയോ സാക്ഷ്യം? ഇത് മുടക്കിയ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇവൻ നന്നാകണമെങ്കിൽ ഇവന്റെ സ്വോത്രകാഴ്ച മുടക്കാൻ നമ്മൾ ധൈര്യം കാണിക്കും. എത്ര പേർക്ക് പറ്റും ആ ധൈര്യം? അച്ഛൻ 6 മാസത്തേക്ക് സ്വോത്രകാഴ്ച ഉണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ഉപദേശിമാർ എത്ര പേരുണ്ടെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു നിലപാട്, പുള്ളി സാക്ഷി പറഞ്ഞില്ലേലും വേണ്ടിയാണ് തരാനുള്ളത് ഇങ്ങോട്ട് ഇട്ടേക്കണമെന്ന്. ആ കാശ് തമ്പുരാന് വേണമെന്ന്. ശരീരം നന്നാകാത്തവന്റെ കാശ് എന്തിനാ ദൈവത്തിന്? ദൈവത്തിന് കാശുകൊണ്ട് കാശിന് പഞ്ഞമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോ. വിശുദ്ധ ജീവിതം സൂക്ഷിക്കുന്നവന്റെ കാശാ ദൈവത്തിന് വേണ്ടത്. ജീവിതത്തെ ദൈവത്തിന് കാണിക്ക്. അതാ റോമലേഖനം 12:1. ഇങ്ങനൊക്കെ പറഞ്ഞു പോയാൽ വിഷയം വേറൊരിടത്ത് കിടക്കും. വാച്ച് മാനസാന്തരപ്പെട്ടതല്ല, അതല്ല. വേദോസം കൊണ്ടുവരാത്ത പുള്ളിയും വാച്ചും കെട്ടി വന്നിട്ടുണ്ട് ഇന്ന് രാത്രി. അവർ കൂടെ നോക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേദോസം കൊണ്ടുവന്നവരുടെ കാര്യം കഷ്ടം. അല്പം കഴിയുമ്പോൾ അവരതെടുത്ത് പ്രസംഗന്റെ നേരെ ഇങ്ങനെ സിപ്പിട്ട് കാണിക്കും. ഞങ്ങൾ മുദ്രയിട്ട് പാസ്, അതുകൊണ്ട് പാസൊക്കെ മുദ്രയിടാവുന്നതാകുന്നു. അപ്പൊ അതൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വേഗം ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ശരീര വിശുദ്ധി കാക്കേണ്ടതിന്റെ കാര്യം ദൈവാധിവാസം 1, 2 ആത്മാധിവാസം, 3 എന്തോന്നാ? ദൈവത്തിന് കാണിക്കയായി അർപ്പിക്കണം, സമർപ്പിക്കണം, യാഗമൃഗമായി അർപ്പിക്കണം. ഊനമില്ലാത്തതായിരിക്കണം ദൈവത്തിന് സമർപ്പിക്കേണ്ടത്, തിന്മയില്ലാത്തതായിരിക്കണം. ഒരു ദൈവശാസ്ത്രത്തിന്റെ നുറുങ്ങ് വീണ്ടും ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. നിങ്ങൾക്കറിയാമോ, സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ഒരു പ്രത്യേക സംഗതി ഹൃദയഭേദകമായ ഒന്നുണ്ട്.
ഒരർപ്പകൻ ഒരു ആടിനെയോ കാളയോ കൊണ്ടുവന്ന് പുരോഹിതന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ, പ്രാകാരവാതിക്കലേക്ക് കൊടുക്കുമ്പോൾ, പുരോഹിതൻ അതിനെ പെട്ടെന്നെടുത്ത് വെട്ടിക്കണ്ടിച്ച് തുണ്ടമാക്കി യാഗമാക്കത്തില്ല. ആ പുരോഹിതന്മാരിൽ ചിലർ ഇതിനെ നിരീക്ഷിക്കുന്ന കൂട്ടത്തിലുള്ളവരാ. അവരതിനെ അടിമുടി പരിശോധിക്കും, അതിനെ ഊനമുണ്ടോ എന്ന് അന്വേഷിക്കും. ഒരു കുറ്റവും കണ്ടില്ലെങ്കിൽ, ഒരു കുറവും ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ പുരോഹിതന്റെ ഈ നിരീക്ഷണ കമ്മിറ്റിയുടെ മേധാവി അറുത്ത് കണ്ടിച്ച് വാരിയിട്ട് കത്തിക്കാൻ നിൽക്കുന്ന പുരോഹിതന്മാർ, ആയുധം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരോട് പറയും, ഞങ്ങൾ പരിശോധിച്ചു, കുറ്റമൊന്നും കണ്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനെന്തോ ചെയ്തോളാൻ, അർത്തോളാനാ പറയുന്നത്. നിങ്ങൾക്ക് അതിനകത്തൊരു വൈരുദ്ധ്യത ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറ്റമില്ലെങ്കിൽ വെറുതെ വിടണം, അല്ലേ? അതല്ലേ വ്യവസ്ഥ, നിയമവ്യവസ്ഥ. കുറ്റമില്ലെങ്കിൽ എന്തോ ചെയ്യണം? വെറുതെ വിടണം. പക്ഷെ പരിശോധിച്ചിട്ട് കുറ്റമില്ലെന്ന് കണ്ടാൽ അതിനെ എന്തോ ചെയ്യുക? ഖണ്ഡിക്കുക. അതാണ് ലേവ്യ വ്യവസ്ഥ. ഇനി അതിന്റെ ഒരു തനിയാവർത്തനമാണ് പീലാത്തോസിന്റെ അരമനയിൽ നാം കാണുന്നത്. തിരിച്ചും മറച്ചുവിട്ട് വിസ്തരിച്ചു, രാത്രിയിലും പകലുകളും വിസ്തരിച്ചു, അന്നാസ് കയ്യഫാവും വിസ്തരിച്ചു, ഈ ഹെരോദാവും പീലാത്തോസും മാറി മാറി വിസ്തരിച്ചു. കുറ്റം കണ്ടില്ല. പീലാത്തോസ് വിസ്തരിച്ചിട്ട് ഒരു കുറ്റവും കാണാതിരുന്നപ്പോൾ അവൻ പ്രഖ്യാപനം ചെയ്തു, ഞാൻ ഇവനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം, നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിച്ചോളാൻ. കുറ്റമില്ലെങ്കിൽ എന്നാ ചെയ്യണം? വെറുതെ വിടണം. കുറ്റമില്ലെങ്കിൽ വെറുതെ വിടണം. പക്ഷേ കുറ്റമില്ലെന്ന് കണ്ടിട്ട് പീലാത്തോസ് പറയുന്നു, ഇവനെ കൊണ്ട് ക്രൂശിക്കാൻ. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാക്കപ്പെടേണ്ടവൻ കുറ്റമില്ലാത്തവനായിരിക്കണം. അറുക്കപ്പെട്ട ആടുകളൊന്നും കുറ്റമില്ലാത്തവരായിരുന്നു. ആ കാണിക്ക വസ്തു എന്ന പോലെ പിതാവിന് വഴിപാടായി അർപ്പിച്ച ആ കർത്താവിന്റെ ആ നിലപാട്, ആ മാതൃക സൂക്ഷിച്ചിട്ട് നാം ശ്രദ്ധിക്കണം. നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കുറ്റമില്ലാത്തവരായി അർപ്പിക്കാൻ കഴിയണം. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാവട്ടെ. അവന്റെ ഒരിക്കൽ സമാഗമിക്കാനുള്ള രണ്ടാമത്തെ യോഗ്യത വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. തീത്തോസ് 2:12 വാക്യം ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. തീത്തോസ് 2:12 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മഹാദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രത്യക്ഷത കാത്തുകൊണ്ട്. നമ്മൾ ആരുടെ പ്രത്യക്ഷത കാത്തുകൊണ്ടിരിക്കുന്നേ? സാധാ ഒരു ദൈവത്തിന്റെ അല്ല, പിന്നെ ഏത് ദൈവത്തിന്റെ? അത് ഉറച്ചു പറ ദൈവമക്കളെ. അവൻ സാധാ ദൈവമല്ല, മഹാദൈവമാണ്. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അകത്ത് കിട്ടിയിട്ടുണ്ടോ? ചുമ്മാ ഒരു ദൈവമല്ല യേശു, അവൻ മഹാദൈവമാണ്. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് മാത്രം പ്രസംഗിക്കാൻ സമയം ഏറെ വേണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. അവൻ മഹാദൈവമാണെന്ന് തീത്തോസ് 2:12 പറയുമ്പോൾ, അവൻ സത്യദൈവമാണെന്ന് 1 യോഹന്നാൻ 5:20 പറയുന്നുണ്ട്. ഏകദൈവമാണെന്ന് യൂദ 25 വാക്യത്തിൽ പറയുന്നുണ്ട്. അതിലെല്ലാം ഉപരിയായി പ്രാചീന പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുന്നു, അവൻ വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. യേശു ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. സാധാ ദൈവമല്ല. ഇവിടെ ഒത്തിരി ദൈവങ്ങളുണ്ട്. എനിക്ക് അവയോടൊന്നും പിണക്കമില്ല, ഞാൻ അവയെ പരാമർശിക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഞാനൊരു ദൈവത്തിനല്ല വിശ്വസിക്കുന്നത്, മഹാദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ നടത്തുന്നതും എന്നെ നിർത്തിയിരിക്കുന്നതും എന്നെ നിയോഗിച്ചതും ഒരു മഹാദൈവമാണ്. അതുകൊണ്ട് യേശുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുമ്പോൾ, പൗലോസിന്റെ ദൈവശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠമേറിയ ആലോചന താൻ പറയുന്നു, മഹാദൈവത്തിന്റെ പ്രത്യക്ഷത. എങ്ങനെയുള്ള പ്രത്യക്ഷത? തേജസ്സുള്ള പ്രത്യക്ഷത. രാത്രി ഞാൻ ദൈവമക്കളോട് പറയട്ടെ, യേശുവിനെ മഹാദൈവമായ ജീവിതത്തിൽ അംഗീകരിക്കാൻ മനസ്സാകുമെങ്കിൽ, അവനെ മഹാദൈവമായി അംഗീകരിക്കാൻ മനസ്സാകുമെങ്കിൽ ജീവിതത്തിൽ മഹാകാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാദൈവത്തിന് മാത്രമേ മഹാകാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിൽ നടക്കില്ല, ജീവിതത്തിൽ ഒരിക്കലും പ്രാപിക്കാൻ കഴിയില്ല, എത്തപ്പെടത്തില്ല, എന്റെ തലമുറയ്ക്കത് നന്മ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ള നിന്റെ ആ വിചാരമുണ്ടല്ലോ, വില കുറഞ്ഞ ആ ചിന്തകളുണ്ടല്ലോ, ആ ചിന്താഗതികളുണ്ടല്ലോ, ഇന്ന് രാത്രി മാറ്റിവെച്ചിട്ട് രാത്രി ഏറ്റെടുക്കുക. എന്റെ കർത്താവ് മഹാദൈവമാണ്, എനിക്ക് വേണ്ടി അവന് മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിനക്ക് തരത്തില്ലെന്ന് പറയുന്ന മന്ത്രവാദിയുണ്ട്, ആഭിചാര ദോഷകനുണ്ട്, നിന്റെ പേര് പറഞ്ഞ് യാഗം ചെയ്യുന്നതായിരിക്കുന്ന വല്ലാത്ത ക്ഷുദ്ര പ്രയോഗങ്ങളുണ്ട്. ഇതൊന്നും നിന്നെ ഭയപ്പെടുത്തത്തില്ല. അതൊക്കെ ശക്തിയുള്ളതാ, കാര്യം ശരിയാ. പക്ഷെ അതിനും മീതെ വ്യാപരിക്കുന്ന മഹാശക്തിയാണ് നിന്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്. ഏറ്റുകൊള്ളുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ പ്രവർത്തിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ പറത്തിക്കളയാൻ, പാക്കപ്പ് ചെയ്യാൻ വേണ്ടി അണിയറയിൽ നിഗൂഢമായ നീക്കങ്ങളുണ്ട്. പക്ഷേ നാം സാധാ ദൈവത്തിലല്ല, മഹാദൈവത്തിലാണ്.